അധ്യക്ഷൻ ശ്രീ മുത്തമ്പാലമുടുത്ത്, അതേപോലെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ദീപക് വിളപ്പിൽ, BJPയുടെ പ്രതിനിധി സംഘവും, അതുപോലെ തന്നെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഇവിടെ മേയറെ നേരിട്ട് കാണുകയുണ്ടായി. അദ്ദേഹത്തിനൊരു നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കാട്ടാക്കട നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ 48 ഏക്കർ ഭൂമി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥാവകാശത്തിലുണ്ട്. നേരത്തെ വളരെ വിവാദമായിട്ടുള്ള ചവറുശാല അത് ഈ പ്രദേശത്താണുള്ളത്. പക്ഷെ അതും കഴിച്ചിട്ട് വിശാലമായ സ്ഥലം ഇപ്പോഴും ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥതയിലാണ്. ഈ 48 ഏക്കർ ഭൂമിയിൽ നിന്ന് ഒരു 5 ഏക്കർ ഭൂമി വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്. അതായത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം പണിയാനാണ് ഈ സ്ഥലം വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം അവർ പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിൻ്റെ കോപ്പിയാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സൗമ്യയും അതുപോലെ വൈസ് പ്രസിഡന്റ് CS അനിലും ബാക്കി BJP നേതൃത്വം ഇവിടെ കൈമാറിയിട്ടുള്ളത്. അതായത് ഇപ്പോഴും കേരളത്തിൽ ഇപ്പം വേണ്ടത്ര ഈ നമ്മുടെ സ്റ്റേഡിയങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കായിക രംഗത്തുള്ള പല മത്സരങ്ങളും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കൊച്ചിയിൽ മാത്രമാണ് നടക്കുന്നത്. ഇത് നമുക്ക് ഈ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ഈ നഗരസഭയ്ക്ക് അവകാശപ്പെട്ട ഈ ഭൂമിയിൽ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ളൊരു സ്റ്റേഡിയം പണികഴിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ കായിക പ്രേമികൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും, ആശ്വാസമായിരിക്കും, പ്രയോജനകരമായിരിക്കും എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് ലീസിൽ ഈ ഒരു 5 ഏക്കർ സ്ഥലം വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിവേദനമാണ് ഇന്ന് ഈ തിരുവനന്തപുരം മേയർ ശ്രീ VV രാജേഷിന് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത്. അദ്ദേഹം അതിനോട് ഭാവാത്മകമായും പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹം അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, നിയമപരമായ വശങ്ങൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണുള്ളത്. അത് ലഭിക്കുകയാണെങ്കിൽ അത് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിനും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിനും തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.